ഇത് ജൂൺ 5-ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ചോദിച്ചു ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് എന്നും ചെടി വയ്ക്കുന്ന ആൾ വീഡിയോ ഒന്നും എടുത്തില്ലേ, ചെടി വെച്ചില്ലേ എന്നൊക്കെ. നമുക്ക് ജൂൺ 5 മാത്രമല്ല കേട്ടോ, എന്നും പരിസ്ഥിതി ദിനം തന്നെയാണ്. അല്ലാതെ ഒരു ദിവസം മാത്രം ഒരു ചെടി നട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്യാത്ത ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. മാത്രമല്ല അന്ന് മാത്രം ഒരു പ്രകൃതിയോടൊരു സ്നേഹവും ചെടി നടലും അതും ഒട്ടും യോജിക്കുന്ന കാര്യമല്ല കേട്ടോ. നമുക്ക് എന്നും പരിസ്ഥിതി ദിനമാണ്, നമ്മൾ എന്നും ചെടി നടും, എന്നും സംരക്ഷിക്കും, എന്നും വെള്ളമൊഴിക്കും. അപ്പോൾ ആ ഒരു ഡേയ്ക്ക് അത്ര വലിയ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഇന്ന് കുറച്ച് സാൻസവേരിയ പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, അതൊന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഹൈറ്റിൽ വളർന്ന് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഭയങ്കര തിക്കായിട്ട് നിൽക്കുക, കുറേ കാലമായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു നല്ല പോട്ടിലേക്ക്, ഒരു വൈറ്റ് പോട്ടിലേക്ക് വെച്ചിട്ട് അത് സിറ്റൗട്ടിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് നല്ല നീളമുള്ള ചെടികൾ മാത്രം എടുത്തിട്ട് ഞാനൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്മേനെ കൂടെ ഹെൽപ്പിന് വിളിച്ചു, ഈ മണ്ണൊന്ന് ഇട്ട് തരാൻ വേണ്ടി. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മണ്ണിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒരാളിങ്ങനെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ പിടിച്ചിട്ട് മണ്ണിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോട്ട് മിക്സ് എന്ന് പറയുന്നത് സാധാരണ മണ്ണും ചാണകപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിനധികം എന്താ പറയുന്നത്, മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. നല്ല ഭയങ്കര വളം ഇട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചാണകപ്പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കണ്ടോ, നല്ല രസമുണ്ട് നിൽക്കുക. ഇങ്ങനെ നല്ല ഹൈറ്റിൽ ചെടി വന്ന് നിൽക്കുന്ന കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഈ യെല്ലോ കളർ വരുന്ന ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, അതും ഞാൻ 2 പോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി വീടിൻ്റെ ഉള്ളിൽ ഇരുന്നതാണ്, അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും മെക്സിക്കൻ പെട്ടൂണിയ എനിക്കൊരു റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് സാധാരണ നമ്മുടെ കറിച്ചട്ടിയില്ലേ, പൊട്ടിയ കറിച്ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വളർന്ന് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. ഇനി അടുത്തത് ഈ ചെടിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വെച്ച് നോക്കിയപ്പോഴൊക്കെ ഫ്ലോപ്പായിപ്പോയി, എനിക്ക് കിളുത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ സ്റ്റെം പ്രൊപ്പഗേഷൻ ചെയ്ത് നോക്കും. എന്നിട്ട് കിളുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നഴ്സറി പോയി തൈ വാങ്ങി വെക്കാമെന്നിട്ടാണ് വിചാരിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.